തീർച്ചയായും. പിന്നെ ഒരു LIC ഏജന്റായി അവർ പ്രവർത്തിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് അവർ ഈ ജനാധിപത്യ പാർട്ടികളുടെ ഭാഗമായി അല്ലെങ്കിൽ ജനാധിപത്യ പ്രവർത്തനങ്ങൾ സജീവമാവുകയും തുടർന്ന് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുകയും തുടർന്ന് അങ്ങോട്ട് ജനപ്രതിയായിട്ടൊക്കെ വരുന്നത്. അവർ പിന്നെ ഈ പാർട്ടി ജനപ്രതിയായിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നിലവിൽ തന്നെ അദ്ദേഹം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, CPMൻ്റെ വനിതാ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് അവർ. 1995 അവർ പഞ്ചായത്തിലേക്ക് അവർ മത്സരിക്കുന്നത്. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റായിട്ട് മാറുന്നു. പിന്നീട് 2005 ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി മാറുന്നു. ഞാൻ പറഞ്ഞ പോലെ ത്രിതല പഞ്ചായത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. 2010 ആണ് ആദ്യം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത്. അന്ന് വനിതാ സംവരണമായിരുന്ന ആ ഘട്ടത്തിലാണ് 2010 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത്. 2020 വീണ്ടും ജില്ലാ പഞ്ചായത്ത് സ്ഥാനം വനിതാ സമരത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പാർട്ടി കാനത്തിൽ ജമീലെ തന്നെയാണ് ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. അതേസമയം 2021 നിയമസഭയിലേക്ക് വന്നപ്പോൾ വീണ്ടും മറ്റൊരു ചുമതല നടത്തിൽ അവരെ കൊയിലാണ്ടിയിലേക്ക് മത്സരിക്കാനായി പാർട്ടി തീരുമാനിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് കൊയിലാണ്ടിയിൽ നിന്നും മത്സരിക്കുന്നത്. 8000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, മികച്ച ഭൂരിപക്ഷത്തിൽ. ഒരുപക്ഷെ UDFന് അനുകൂലമായ ഒരു മണ്ഡലമാണ് ശരിക്കും കൊയിലാണ്ടി. ആ സമയത്തുണ്ടായ തരംഗം എന്നോടൊപ്പം തന്നെ കാനത്തിൽ ജമീല എന്ന് പറയുന്ന സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഒരു മികവ് കൂടി ആ ഒരു ഭൂരിപക്ഷത്തിനെ ആക്കം കൂട്ടി അല്ലെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിക്കാൻ കാരണമായി എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പിന്നെ ഭർത്താവ് അബ്ദുറഹ്മാനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഒരാൾ അമേരിക്കയിലാണ്. അവരാണ് കുറച്ച് വരാൻ വൈകുമെന്ന് നമ്മൾ കരുതുന്നത്. അതോടൊപ്പം തന്നെ മറ്റേ ആൾ ഇവിടെ കോഴിക്കോട് ന്യൂനപക്ഷ കോർപ്പറേഷൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന അനൂജ സുഹൈബ് എന്ന് പറയുന്ന മകൾ കൂടി അവർക്കുണ്ട്. എന്തായാലും പിന്നെ നേരത്തെ എല്ലാ നേതാക്കളും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. കാരണം അത് ഒരുപക്ഷെ നമ്മൾ KK രമ ഒരുപക്ഷെ രാഷ്ട്രീയമായ എതിർചേരിയിലുള്ളൊരു MLA സംസാരിച്ചപ്പോഴും കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ടായി. കാരണം അത്രയും സൗമ്യമായിട്ടാണ് അവർ ജനങ്ങളോട് പെരുമാറുന്നത്, ആളുകളോട് പൊതുവെ പെരുമാറുന്നത്. അവരുടെ സഹപ്രവർത്തകരോടും എല്ലാവരോടും ഒരേ രീതിയിൽ തന്നെ പെരുമാറുന്ന, വളരെ സൗമ്യമായി പെരുമാറുന്ന ഒരു ജനപ്രതിനിധി, അതോടൊപ്പം തന്നെ ഒരു നല്ല ഒരു ഭരണാധികാരി. ഈ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും MLA ഒക്കെ ആ സ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ കടന്നു വരണമെങ്കിൽ അത്രയും ഭരണ മികവ് പ്രകടിപ്പിച്ചവരെയാണ് വീണ്ടും ആർത്ഥത്തിലേക്ക്, മുകളിൽ തട്ടിലേക്ക് തന്നെ അത് CPM ആണെങ്കിലും മറ്റല്ലെങ്കിൽ പാർട്ടികളാണെങ്കിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരിക. ആ അർത്ഥത്തിൽ പിന്നെ അവർ ആ അർത്ഥത്തിലും ഭരണ മികവ് അവർ കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായ നിലപാടുകൾ പിന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കി കൃത്യമായി തന്നെ പാർട്ടിയുടെ നിലപാടുകൾക്കനുസരിച്ച് മുന്നോട്ട് പോയി. അതേസമയം തന്നെ താൻ ജില്ലാ പഞ്ചായത്താണെങ്കിലും MLA ആണെങ്കിൽ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃത്യമായി തന്നെ ഭരണകർത്താക്കൾക്ക് മുന്നിൽ വരികയും കൃത്യമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പിന്നെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് എപ്പോഴും ജനങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു കാനത്തിൽ ജമീല ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ക്യാൻസർ ബാധിതയായി കഴിഞ്ഞ കുറേ നാളുകളായി ചികിത്സയിലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും പൊതുരംഗത്ത് അവർ സജീവമായിരുന്നല്ലോ അസ്ലം. നമ്മൾ ഏറ്റവും അവസാനം നമുക്ക് ആ ദൃശ്യം എനിക്ക് ഓർമ്മ വരുന്നത് തന്നെ കൊയിലാണ്ടിയിൽ അവിടെ ഒരു ക്ഷേത്രത്തിലൊരു ആന ഇടഞ്ഞ് കുറച്ച് ആൾക്കാർക്ക് പരിക്കേൽക്കുകയും അവരെയൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ ഒരു അർബുദ ചികിത്സയ്ക്ക് വേണ്ടി ചെന്നൈയിൽ പോയിട്ട് വന്ന ആ ഘട്ടത്തിലായിരുന്നു, വീട്ടിൽ വിശ്രമിക്കുന്ന ഘട്ടത്തിലാണ് സംഭവം നടക്കുന്നത്. അവരവിടെ കൊയിലാണ്ടിയിൽ പോവുക മാത്രമല്ല മെഡിക്കൽ കോളേജിൽ വരികയും അവിടെ ചികിത്സയ്ക്ക് എത്തിച്ച ആൾക്കാരെ കാര്യങ്ങൾ കേൾക്കുകയും കുറേ സമയം പിന്നെ അവിടെ ചെലവഴിക്കുകയും മാധ്യമപ്രവർത്തകരോടൊക്കെ സംസാരിച്ചിട്ടാണ് അവർ പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ കോഴിക്കോട് നഗരത്തിലുള്ള മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരെ അവസാനമായിട്ട് അവിടെ വെച്ചായിരിക്കും കാണുന്നത്. ആ അർത്ഥത്തിൽ പിന്നെ രോഗബാധിതയായി അതിൻ്റെ വിശ്രമത്തിലും മറ്റൊക്കെ ആയിരിക്കുമ്പോൾ പോലും MLA എന്ന നിലയിൽ തൻ്റെ കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കുന്നതിനൊക്കെ തന്നെ വളരെ സജീവമായി അവർ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ നേരിട്ട് തന്നെ നമ്മൾ അറിയുന്ന കാര്യമാണ്. പല കാര്യങ്ങളും പിന്നെ MLA എന്ന നിലയിൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അവർക്കും അറിയാമായിരുന്നു, അതോടൊപ്പം തന്നെ അടുത്ത ആൾക്കാർക്കും അറിയാമായിരുന്നു. തിരിച്ചറിയുന്നത് തന്നെ പിന്നെ 4ാമത്തെ സ്റ്റേജിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മരുന്ന് വഴിയുള്ള അതിൻ്റെ റിക്കവറി എന്ന് പറയുന്ന സാധ്യത വളരെ കുറവായിരുന്നു. അതേസമയം സാധ്യമായ പിന്നെ ചികിത്സകൾ ചെന്നൈയിൽ പോയി അപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെ നേടിയിരുന്നു. പിന്നീട് കോഴിക്കോട് കേന്ദ്രീകരിച്ച് അതിൻ്റെ ചികിത്സ തുടർന്ന് വരികയായിരുന്നു. ഏറ്റവും അവസാനം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ശരി, അല്പസമയം മുമ്പാണ് കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായി അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം പങ്കുവച്ചത്.